വെൽക്കം ടു ഹംലൂസ് കിച്ചൺ. ഹംലൂസ് കിച്ചൺ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യുക. അപ്പോൾ പുതിയതായിട്ട് വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ വെജിറ്റബിൾ സാൻഡ്വിച്ചാണ് ഇന്ന് കാണിക്കുന്നത്. ഇത് കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോഴും അതുപോലെ സ്കൂളിലേക്കൊക്കെ കൊടുത്തു വിടാൻ പറ്റിയ ഒരു സാൻഡ്വിച്ചാണ്. ഇതിൽ ചിക്കനും കൂടെ വേവിച്ച് ചേർത്ത് കഴിഞ്ഞാൽ ഒന്നുകൂടെ ടേസ്റ്റാണ്. ഞാനിപ്പോൾ ചിക്കൻ ചേർത്തിട്ടില്ല, വെജിറ്റബിൾ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിൽ മയണൈസ് ചേർക്കുന്നുണ്ട്. അപ്പോൾ മയണൈസ് ഇല്ലാതെയും നിങ്ങൾക്ക് ഇത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ കാബേജ്, ക്യാപ്സിക്കം, കുറച്ച് കുക്കുംബറും ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ കുക്കുംബറിൻ്റെ സീഡ് ഉള്ള ഭാഗമില്ല, അല്ലാതെയാണ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്യാപ്സിക്കം തന്നെ എല്ലാ കളറും വേണമെങ്കിൽ ചേർക്കാം. ഇതുപോലെ ടൊമാറ്റോ ചേർക്കാം. ഞാനിതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിനൊന്നും പ്രത്യേകിച്ച് അളവില്ല. അവരവർക്ക് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇതൊക്കെ നന്നായിട്ട് ചെറുതായിട്ട് തന്നെയാണ് ഗ്രേറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിലേക്ക് ഇനി ചീസ് ചേർത്ത് കൊടുക്കാം. ഞാൻ വൈറ്റ് ചീസാണ് എടുത്തിട്ടുള്ളത്. ചീസും നന്നായിട്ട് തന്നെ ഗ്രേറ്റ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് മയണൈസ് ചേർത്ത് കൊടുക്കാം. ഈ മയണൈസ് ഇല്ലാത്തവരാണെങ്കിൽ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വേവിച്ചിട്ട് ഉടച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. സ്കൂളിലേക്കൊക്കെ കൊടുത്തു വിടുമ്പോൾ കുറേ നേരം വെച്ചിട്ടാണ് കുട്ടികൾ കഴിക്കുന്നത്. അപ്പോൾ മയണൈസ് കുറേ നേരം പുറത്തിരിക്കുന്നത് അത്ര നന്നല്ല. അപ്പോൾ അതിന് പകരം പൊട്ടറ്റോ ഒന്ന് വേവിച്ചിട്ട് ഇതിലേക്ക് ഉടച്ച് ചേർത്താൽ മതി. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. എരിവനുസരിച്ചിട്ട് കുരുമുളകിൻ്റെ പൊടി ചേർക്കാം. പച്ചമുളക് ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് ചേർത്താലും മതി. ഒറിഗാനോ ആണ് ചേർത്തിട്ടുള്ളത്. ഇത് ഓപ്ഷണലാണ്, ഇല്ലെങ്കിൽ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഒറിഗാനോ ചേർക്കുമ്പോൾ ഒന്നും കൂടെ ടേസ്റ്റ് ഉണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ചോപ്പ് ചെയ്ത മല്ലിയിലയാണ് ചേർക്കുന്നത്. ചിക്കൻ കുറച്ച് ഉപ്പ് ചേർത്തിട്ട് ഒന്ന് വേവിച്ച് ഒന്ന് പൊടിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചിക്കൻ ചേർത്തിട്ടില്ല. ബ്രെഡ് എടുത്തിട്ടുണ്ട്. വൈറ്റ് ബ്രെഡാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ സൈഡ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. സൈഡ് കട്ട് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഒരു പീസ് ബ്രെഡ് എടുത്തിട്ട് ഇത് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ കുട്ടികൾക്ക് തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ വെജിറ്റബിൾസൊക്കെ കുട്ടികളുടെ വയറ്റിൽ പോവും. നന്നായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്യും. മയണൈസിൻ്റെ ടേസ്റ്റും അതുപോലെ ചീസൊക്കെ ചേർത്തിട്ടുള്ളതുകൊണ്ട് കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. ചിക്കനും കൂടെ വേവിച്ച് ചേർക്കുകയാണെങ്കിൽ എന്തായാലും കുട്ടികൾക്ക് ഇഷ്ടപ്പെടും. ഇനി അടുത്ത പീസ് ബ്രെഡും കൂടെ വെച്ച് കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇത്രയും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതേപോലെ തന്നെ സാൻഡ്വിച്ച് എല്ലാം റെഡിയാക്കി എടുക്കാം. സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഹംലൂസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. Thank you.